ഈ ലില്ലിച്ചെടീൻ്റെ പുറകിൽ ഒരു കഥയുണ്ട് കേട്ടോ. 3 വർഷമായിട്ട് നട്ടിട്ടും പൂക്കാതെ ആശാനിങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു കൊല്ലം വെറും ഒരു പൂവുണ്ടായി. ചെടിയാണെങ്കിലോ നന്നായിട്ട് വളരുന്നുണ്ട്. ഈ വളർച്ചയ്ക്ക് യാതൊരു കുറവുമില്ല, ഇലകൾക്ക് കുറവില്ല, നല്ലൊരു കാട് പോലെ. അങ്ങനെ ഞാനിവനെ മാറ്റി നട്ടു. ഇനി ചിലപ്പോൾ ഇങ്ങനെ കാട് പോലെ വളർന്നുകൊണ്ടാണെങ്കിലോ നല്ല വെയിലുള്ളിടത്തേക്ക് വരിക്ക് അങ്ങോട്ട് വെട്ടുകൊടുത്തു. എന്നിട്ടും യാതൊരു രക്ഷയില്ല. രണ്ടാമത്തെ വേനൽക്കാലം അങ്ങനെ നഷ്ടപ്പെട്ടു. എപ്പോഴും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇതിന് പൂക്കാത്ത NPK ഒക്കെ തെളിച്ച് നോക്കി, എന്നിട്ടൊന്നും യാതൊരു രക്ഷയില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, പകുതി വെച്ചിട്ട് നമ്മൾ അവസാനത്തെ ഒരു അറ്റകൈ പ്രയോഗം ഉണ്ടല്ലോ, കായ്ക്കാത്ത മരങ്ങളെയും പൂക്കാത്ത പൂക്കളെയൊക്കെ ചെയ്യണ ഒരു പണി എന്താണെന്നറിയോ? ഒരു പ്രൂണിങ് ആയിട്ട് നടത്തി. അതായത് ഇലകളെ നന്നായിട്ട് അടിഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കട്ട് ചെയ്തിട്ട് പിന്നെ വരുന്ന ഇലകളോട് കൂടി അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇതേമാതിരി ഓരോ പൂങ്കുലകൾ വന്നു. ഇപ്പോൾ ഒരു 3-4 പൂങ്കുലകൾ വന്നു കേട്ടോ. അന്ന് ഞാൻ പകുതിയാണ് കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഭാഗം കൂടി ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതിലൊരു പൂ ഉണ്ടാകുമായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നല്ല മനോഹരമായ പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ പല കളറും പലരുടെ കയ്യിലും ഉണ്ടാകുമായിരിക്കും. എനിക്ക് ഒരു കളറാണ് എൻ്റെ കയ്യിലുള്ളൂ. ഏതായാലും ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ, ഭയങ്കര കളർഫുൾ. ഈ കാണുന്ന അതേപോലെ തന്നെയാണ്, ഒരുപക്ഷെ അതിലും മനോഹരമായിട്ടുള്ളൊരു കളറാണ് കേട്ടത്. എനിക്ക് എൻ്റെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കാരണം കൂടുതൽ കെയറൊന്നും വേണ്ട. വയനാട്ടിലൊക്കെ ഞങ്ങൾക്ക് ഈ പറമ്പിലൊക്കെ ഇതിൻ്റെ പല വേഷങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉള്ളിപ്പൂ എന്നൊക്കെയാണ് പറയുക, യാതൊരു വില ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ചുവപ്പ് വെള്ള ഈ 2 കളറുമാണ്. ഇത്ര വലുപ്പം ഉണ്ടാവില്ല. ഇത് ഹൈബ്രിഡ് തന്നെയാണ്. അത് ഒരു കാട്ടിനം, നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഇനം. അപ്പോൾ പറമ്പിലൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഇത് വളർന്നു നിൽക്കുന്നത് കാണായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ട്, അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ കഥ കേട്ടോ. ഞാൻ പറഞ്ഞു, പറമ്പിലൊക്കെ വെറുതെ നമ്മളൊന്നും മൈൻഡാക്കാതെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഇത് നല്ല ഗാർഡനുകളൊക്കെ അലങ്കരിക്കുന്ന മനോഹരമായൊരു ചെടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇലകളും ഭംഗിയാണ്, പൂക്കളും ഭംഗിയാണ്. അപ്പം വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. മനോഹരമായ ചെടിയാണ്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. വളം വേണ്ട, കെയർ വേണ്ട, ഒന്നും വേണ്ട.